ഭാരതത്തിലുടനീളം നോക്കിയാൽ ബലരാമ ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. എപ്പോഴും കൃഷ്ണന്റെ നിഴലായി സഞ്ചരിക്കുന്ന ഒരാളാണെങ്കിലും ബലരാമനെ സംബന്ധിച്ച് നിരവധി കഥകൾ പുരാണങ്ങളിൽ നമുക്ക് കണ്ടെത്താനാകും. ബലരാമ ക്ഷേത്രങ്ങളെയും കഥകളെയും കുറിച്ചാണ് ഇന്നത്തെ കഥയമമ്മ വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ജ്യേഷ്ഠസ്ഥാനീയനായിട്ടുള്ള കൃഷ്ണപരമാത്മാവായിട്ട് ഭഗവാൻ ഈ ഭൂമിയിൽ ജീവിച്ച സമയത്ത് എല്ലായ്പ്പോഴും ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ബലരാമസ്വാമിയെക്കുറിച്ചാണ് ഈ ഒരാഴ്ച നമ്മൾ ചിന്തിച്ചത്. അദ്ദേഹത്തിൻ്റെ കഥകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം ധേനുകനെ വധിക്കുന്നതും തീർത്ഥാടനത്തിന് പോയതും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചും ഒക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ സംസാരിച്ചു. എന്നാൽ ഇന്ന് ആ ഭഗവാന്റെ കേരളത്തിലെ ചില ക്ഷേത്രങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളിലൊക്കെയുള്ള ഭഗവാന്റെ പ്രതിഷ്ഠയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തിലെ ബലരാമ ക്ഷേത്രങ്ങളെ കുറിച്ച്. നമ്മുടെയൊക്കെ നാട്ടിൽ ചിലപ്പോൾ ഓരോ ബലരാമൻ്റെ ക്ഷേത്രങ്ങൾ ഉണ്ടായിന്ന് വരാം. എങ്കിലും പ്രശസ്തമായിട്ടുള്ള ചില ബലരാമ ക്ഷേത്രങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഭൂലോക വൈകുണ്ഠാണ് ഗുരുവായൂർ. നമുക്ക് എല്ലാവർക്കും അറിയാം. സാക്ഷാൽ ഭഗവാൻ പൂജിച്ചിരുന്ന വിഗ്രഹം അവിടെ ഉണ്ട്. ഭഗവാൻ പൂജിച്ചിരുന്ന വിഗ്രഹം ഇരുന്നിരുന്നത് ദ്വാരകയിലാണ്. ദ്വാരക കടലെടുത്തപ്പോഴാണ് ആ വിഗ്രഹം ഗുരുവും വായുവും കൂടെ ചേർന്ന് ഗുരുവായൂർക്ക് കൊണ്ടുവന്നത്. അതേ ദ്വാരകയിൽ തന്നെ താമസിച്ചിരുന്ന ആളായിരുന്നു സാക്ഷാൽ ബലഭദ്രസ്വാമി. അപ്പം അതുകൊണ്ട് തന്നെ ഗുരുവായൂരിരിക്കുന്ന വിഗ്രഹത്തിന് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് പൂജിച്ചു എന്നുള്ള വൈശിഷ്ട്യം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള സാക്ഷാൽ ബലഭദ്രസ്വാമിയും അതേ വിഗ്രഹത്തിൽ ആരാധന നടത്തിയിട്ടുണ്ടാവും എന്നുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരേ സമയം ഭഗവാന്റെ രണ്ട് അവതാരങ്ങൾ പൂജിച്ച വിഗ്രഹമാണ് ഗുരുവായൂരിരിക്കുന്നത്. അവിടെ ആ വിഗ്രഹത്തിൽ ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണു ആണെങ്കിലും നമ്മളതിൽ കൃഷ്ണനെ സങ്കല്പിക്കുന്നു. അങ്ങനെയുള്ള കൃഷ്ണൻ ഗുരുവായൂരിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ ഗുരുവായൂർ തന്നെ ഒരു ക്ഷേത്രത്തിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് പല ആളുകൾക്കും വലിയ അതിനെക്കുറിച്ചുള്ള അറിവ് ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഗുരുവായൂരപ്പനെ മാത്രം കാണാനാണ് താല്പര്യം. ഭഗവാന്റെ ഏട്ടനെ കാണാൻ അത്ര കണ്ട് താല്പര്യം ആരും തന്നെ എടുക്കാറില്ല. ഗുരുവായൂർ ദേവസ്ഥത്തിന് തന്നെ കീഴിലുള്ള ഗുരുവായൂർ ദേവസ്വം കീഴേടായിട്ടുള്ള നെന്മേനി ബലരാമ ക്ഷേത്രം ഗുരുവായൂരുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ബലരാമസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അവിടെയുള്ളതും ഇതുപോലെ ചതുർബാഹു ആയിട്ടുള്ള മഹാവിഷ്ണു വിഗ്രഹമാണ്. എന്നാൽ അതിൽ സങ്കല്പിച്ചിരിക്കുന്നത് ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമസ്വാമിയാണ്. പലയിടങ്ങളിലും കേരളത്തിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട എല്ലാ ബലരാമ ക്ഷേത്രങ്ങളിലും നമുക്കൊരിക്കലും കലപ്പ പിടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ മുസലം പിടിച്ചു നിൽക്കുന്ന ബലരാമൻ്റെ വിഗ്രഹമൊന്നും കാണാൻ സാധിക്കില്ല. എല്ലായിടത്തും ചതുർബാഹു ആയിട്ടുള്ള വിഗ്രഹം തന്നെയാണ് കാണാൻ സാധിക്കുക. അതിലുള്ള സാന്നിധ്യമായിട്ട്, അതിലുള്ള ചൈതന്യമായിട്ട് ബലഭദ്രസ്വാമിയെ നമ്മൾ പൊതുവിൽ കണക്കാക്കുകയും ചെയ്യും. അപ്പോൾ ഗുരുവായൂർ വരുന്ന ആളുകൾക്ക് ഭഗവാനെ മാത്രം കണ്ടാലാണ് സംതൃപ്തി ഉണ്ടാവുള്ളൂ എന്നുള്ള ചിന്തയിൽ നിന്ന് മാറി ഭഗവാന്റെ ഏട്ടനായിട്ടുള്ള, ഭഗവാൻ അത്രയധികം സ്നേഹിച്ചിരുന്ന, ഭഗവാൻ ആരുടെയെങ്കിലും മുമ്പിൽ വെറുതെ പേടിയൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ, അല്പസമയം ഭഗവാൻ കുസൃതിയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏട്ടനായിട്ടുള്ള ആ ബലരാമേട്ടൻ്റെ മുമ്പിൽ മാത്രമാണ്. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ പൂർണ്ണമായിട്ടും സന്തോഷിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നെന്മേനി ബലരാമസ്വാമി ക്ഷേത്രത്തിലൂടെ പോവാം. അവിടെ പോയി ഭഗവാനെ കാണാം. ഒരേ സമയം ഏട്ടനെയും അനിയനെയും കണ്ട സന്തോഷമായിട്ട് അവരവരുടെ വീടുകളിലേക്ക് പോവാം. ഇത് മധ്യ കേരളത്തിലുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ബലരാമ ക്ഷേത്രമാണ് നെന്മേനി ബലരാമ ക്ഷേത്രം. ഇനി നമ്മൾ ഉത്തര കേരളത്തിലേക്ക് പോവുകയാണെങ്കിൽ, വടക്ക് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് ബലരാമസ്വാമിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ്. തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ബലരാമ ക്ഷേത്രത്തിൽ നിന്ന് ബലരാമൻ ഭഗവാനെ കാണാൻ, അതായത് അനിയനെ കാണാനായിട്ട് ഇങ്ങോട്ട് തൃച്ചംബരത്തേക്ക് വരുന്നതായിട്ടാണ് ആ ഉത്സവത്തിൻ്റെ സങ്കല്പം. ആ ഉത്സവത്തിനെ തന്നെ അവിടെ വിളിക്കാറുള്ളത് കൂടിപ്പിരിയൽ എന്നാണ്. എന്നുവെച്ചാൽ ഏട്ടൻ അനിയനെ കാണാൻ വരുന്നതും കുറച്ച് ദിവസം അനിയൻ്റെ കൂടെ ചെലവിടുന്നതും തിരിച്ച് വളരെയധികം വേദനയോടുകൂടി അനിയൻ്റെ അടുത്തുനിന്ന് തിരിച്ചു പോകുന്നതുമാണ് തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവം. അവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഭഗവാന്റെ ഈ ചൈതന്യം, തെടമ്പ് നൃത്തം എന്ന രീതിയിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് തൃച്ചംബരം. അവിടെ കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും തെടമ്പുകൾ ശിരസിലേന്തിക്കൊണ്ട് നൃത്തം ചെയ്യാറുണ്ട്. ബലരാമസ്വാമി ഭഗവാനെ വിട്ട് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ
ഏട്ടനെ പറഞ്ഞയക്കാൻ ഒരിക്കലും ഭഗവാന് താല്പര്യം ഉണ്ടാവില്ല എന്നാണ്. ഭഗവാൻ നോക്കി നിൽക്കെ ഏട്ടൻ പോകുന്നത് കാണാനുള്ള ഒരു ശേഷി ഭഗവാൻ ഉണ്ടാവില്ല എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ഒരു കുടം വെണ്ണ കാണിച്ച് ഭഗവാന്റെ ശ്രദ്ധ അങ്ങോട്ട് മാറ്റി ആ സമയത്താണ് ബലരാമസ്വാമിയുടെ വിഗ്രഹം പുറത്തേക്ക് കൊണ്ടുപോകാറ് എന്ന് മഹാത്മാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അത്രയധികം സ്നേഹം ഭഗവാനോട്, എത്രയധികം ഭഗവാൻ സ്നേഹിക്കുന്നുണ്ടോ സ്വയം, അതിലേറെ ഭഗവാൻ തൻ്റെ അവതാരകാലത്ത് സ്നേഹിച്ചിരുന്ന ഒരാളാണ് ബലരാമസ്വാമി. അപ്പം എവിടെയാണോ നിങ്ങളുടെ വീടിനടുത്ത് അല്ലെങ്കിൽ ഗ്രാമത്തിൽ ഒരു ബലരാമസ്വാമിയുടെ ക്ഷേത്രം ഉള്ളത്, അവിടെ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നുണ്ടാവുക സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ്, ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ഇത് ബലരാമനല്ലേ, ഇവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇവിടെ കൃഷ്ണനല്ലോ എന്നുള്ള ഭേദഭാവം മാറ്റി ബലരാമനിലുള്ളതും ശ്രീകൃഷ്ണനിലുള്ളതും ആ ഒരേ നാരായണൻ തന്നെയാണ് എന്നുള്ള ബോധത്തോടു കൂടി ഭഗവാനെ നമസ്കരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഭഗവാന്റെ കയ്യിലുള്ള മുസലമായിക്കോട്ടെ അല്ലെങ്കിൽ ഭഗവാന്റെ കയ്യിലുള്ള കലപ്പ ആയിക്കോട്ടെ, അതൊക്കെ ആത്മനിയന്ത്രണത്തിൻ്റെ ആയുധങ്ങളാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ഭഗവാനെ ഭജിക്കുന്ന ഓരോരുത്തർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. ബലരാമസ്വാമിക്ക് ഇഷ്ടപ്പെട്ട നൈവേദ്യങ്ങൾ ഭഗവാൻ കുറച്ചൊക്കെ ഒന്നൊരു താമസിക സ്വഭാവം പലപ്പോഴും കാണിക്കാറുള്ളത് കൊണ്ട് തന്നെ, വീരതയുള്ള ഒരു ഈശ്വരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ആരാധനകൾ നടക്കുന്ന സമ്പ്രദായങ്ങളും കേരളത്തിലും ഭാരതത്തിലും ഉണ്ട്. പുരാണങ്ങളിൽ പല സന്ദർഭങ്ങളിൽ അദ്ദേഹം മദ്യം പാനം ചെയ്തതായിട്ടൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആരാധനയുണ്ട്. നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ സാത്വികമായിട്ടുള്ള, തീർച്ചയായിട്ടും മഹാവിഷ്ണു സ്വരൂപമായിട്ടുള്ള ആരാധനയായിട്ടാണ് ബലരാമസ്വാമിയെ കാണുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ നാരായണനായിട്ട് കൊണ്ട് തന്നെയാണ് പൂജിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൂലമന്ത്രം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നാരായണനുമായിട്ട് വളരെയധികം സാമ്യതയുണ്ട്. അങ്ങനെയുള്ള ആ നാരായണൻ തന്നെയായിട്ടുള്ള ആ ഭഗവാനെ നമുക്ക് ബലരാമസ്വാമിയിൽ കാണാൻ സാധിക്കട്ടെ. ഭൂമി അതിന് ഭൂഭാരം തീർക്കാനായിട്ട് ഭഗവാനോട് അഭ്യർത്ഥിച്ച സമയത്ത് ഭഗവാൻ 2 മുടിയെടുത്ത് താഴേക്ക് ഇട്ടു എന്നാണ്. ഒരു മുടി ഒരു കറുത്ത മുടിയും ഒരു മുടി ഒരു വെളുത്ത മുടിയും. ആ കറുത്ത മുടി കൃഷ്ണനായിട്ടും വെളുത്ത മുടി ബലരാമനായിട്ടും തീർന്നു എന്നൊരു ഐതിഹ്യം പറയാറുണ്ട്. രണ്ടും ഒരേ സ്രോതസ്സിൽ നിന്ന് വന്ന ചൈതന്യങ്ങൾ തന്നെയാണ്. ആ രണ്ടിനെയും ഒന്നായി കണ്ടുകൊണ്ട് നമസ്കരിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.